ചാനൽ തുടങ്ങിയ ശരിക്കും നിങ്ങൾക്ക് എപ്പോഴാ തോന്നി ആദ്യം ചാനൽ തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. തുടങ്ങാൻ തോന്നിയ ചെറിയൊരു സൈഡ് ബിസിനസ് പോലെ. ബിസിനസ് അല്ല, ഒരു വരുമാനം കിട്ടുന്ന ഇപ്പൊ 2 ചാനൽ ഉണ്ടല്ലോ. അന്നേരം തുടങ്ങിയ ചാനൽ ഏതാ? അതൊന്ന് മണ്ണാ സുബ എന്ന് പറഞ്ഞത്. അത് തുടങ്ങിയിട്ട് നോക്കുമ്പോൾ നമ്മളെ ഫോണ് കംപ്ലൈൻ്റ് ആയിപ്പോൾ ആദ്യം. പിന്നെ ഈ ചാനലും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയായിട്ട് പിന്നെ ഒരു ഫോൺ വാങ്ങി പിന്നെ അതിൽ തുടങ്ങിയാണ് നമ്മളെ SC തലശ്ശേരി കപ്പിൾ എന്ന് പറഞ്ഞത്. ഇപ്പം കുറച്ചായിട്ട് ക്യാമറ വാങ്ങിയിട്ടുണ്ട്. എഡിറ്റിംഗ് രണ്ടാളും ചെയ്യും. എത്ര വീഡിയോ ആഴ്ച ഒരു 14 വീഡിയോ എടുക്കിടുന്നുണ്ട്. നമ്മൾ ആദ്യമല്ല ഒന്നാടല്ലേ, ഒരു ചാനലിൽ 1. പിന്നെ അന്ന് യൂട്യൂബ് നമുക്ക് ഇടക്ക് മീറ്റിംഗ് വെക്കും, എന്തെല്ലാം ചെയ്യേണ്ടതെന്നല്ല. പോറ് പറഞ്ഞതാ ഡെയിലി നമുക്ക് പറ്റുന്ന അത്രയും വീഡിയോസ് ഇട്, ലോങ് വീഡിയോസ് ഒരു ലോങ് റീച്ച് കുറച്ചുകൂടി കിട്ടേണ്ടിട്ട് എത്ര മണിക്കും കുഴപ്പമൊന്നുമില്ല. 10 മിനിറ്റിന് നമ്മള് 30 മിനിറ്റിന്റെ ഇട്ടില്ല. ഇതൊരു മുഴുവൻ സമയം അതിനു വേണ്ടി ഉപയോഗിച്ചാല് ഇതുപോലെ നിങ്ങളെ പോലെ സക്സസ് ആകാൻ പറ്റുമെന്നാണോ? തീർച്ചയായും പറ്റും. കുറച്ച് മെനക്കെടണോ, ടൈം ഉണ്ടാണ്. പക്ഷേ കുറച്ചും കൂടി നിബന്ധനകൾ കർശനാക്കിയെന്ന് ഉണ്ടല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയൊരാൾ വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ അന്ന് 4 വർഷം മുമ്പ് വന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഇപ്പോഴത്തെ യൂട്യൂബ്. നമ്മളിപ്പോ പുതിയ ചാനൽ തുടങ്ങിയവരോ അതേപോലെ തന്നെയുള്ളൂ. ഇപ്പൊ പുതിയ എന്ത് വന്നാലും നമ്മൾ ആദ്യത്തെ ചാനലിലും ഉണ്ടാവും. എല്ലാം അപ്ഡേറ്റ് ആയിട്ടേ വരും. അവർക്കും നിയമമെല്ലാം ബാധകമായിരിക്കും. അപ്പോൾ ഈ പിന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളോ, മൊബൈലാ ഉപയോഗിക്കാൻ മൈക്ക് നമ്മൾ ആദ്യ കാലത്തുള്ള ഒരു ചെറിയൊരു മൈക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു 350 റുപ്യ അങ്ങനെ വാങ്ങി. വയർലെസ് തന്നെ. അത് വെച്ചിട്ട് ഇപ്പൊ റോഡിന്റെ ഒരു നല്ലൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട്. മറ്റേ ലോങ് വീഡിയോ ഒക്കെ എടുക്കേണ്ടിട്ട് നമ്മളധികവും മറ്റേ ഷോർട്സിലൊക്കെ സോങ് ഇട്ടിട്ടുള്ള ഇടയില്. ഇതെല്ലാം യൂട്യൂബിൽ ആൾക്കാർ പറഞ്ഞു ഇത് വാങ്ങണം. അതൊന്നും പറയില്ല. നമ്മൾ എന്തെങ്കിലും സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഇതിന്റെ കൂടെ ഇങ്ങനെ ഓൺലൈനായി വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് അല്ല വീഡിയോ കോൾ മീറ്റില് ഗൂഗിൾ മീറ്റ് വെക്കും. നിങ്ങളെ പോലെ മറ്റുള്ള ബ്ലോഗേഴ്സ് എല്ലാം ഉണ്ടാവും അല്ലേ? ഇല്ല, നമുക്ക് മാത്രമായിട്ട് ഒരാളില്ല. ഒരു മാനേജർ ഉണ്ടാവും. അത് ഇപ്പോ പോയിട്ടാണ് കുറച്ച് മാസത്തേക്ക് ഡിസംബർ വരെ ഉണ്ടായിരുന്നു. ഒരു 6 മാസത്തെ കാലയളവിൽ ഒരാൾ വരും. നമുക്ക് വേണ്ട കാര്യങ്ങൾ അല്ല മലയാളി നമ്മളെ വളർത്തിയെടുക്കേണ്ടിട്ടുള്ള. അത് എത്രയായി അവര് വന്നിട്ട് അങ്ങനെ യൂട്യൂബ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്രയായി? അതിപ്പോ 4 കൊല്ലം തുടങ്ങി മുമ്പ് അന്നേരം ഒന്നുമില്ല, ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പോറ് പോയിട്ടാള് ഓരോ ടൈം കഴിയുമ്പോ ഓറ് പോകും. പിന്നെ അടുത്ത ആള് വരും. ഇത്ര വ്യൂസ് ആയിരിക്കും വന്നിട്ടുണ്ടാവും അല്ലെ? ഓറ് റീച്ച് നോക്കിയിട്ടാന്ന് തോന്നുന്നു മാനേജർ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ കൂടുതൽ കണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങൾ രണ്ടാളും കൂടി കണ്ടന്റ് ഉണ്ടായിരുന്നല്ലേ? അതില് ഏറ്റവും ക്ലിക്കായ ഒരു കണ്ടന്റ് മോന്റെ നമ്മളെ സ്റ്റെയർ കേസിനുള്ളിൽ തല കൊടുങ്ങിട്ടുള്ള ഇതുണ്ട്. അതെ, ഏകദേശം ഇപ്പൊ ഒരു 24 കോടിയോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് കണ്ട് തല കൊടുക്കാൻ കുറെ നമ്മൾ തന്നെ അവന്റെ തല പോകുന്നുള്ള ഇട്ട് നോക്കി അങ്ങനെയൊക്കെ ചെയ്ത് തല കൊടുക്കി അങ്ങനെ കയറി പോകുന്നില്ല. അത് താല്പര്യമുണ്ട്. 4 വീഡിയോ എടുക്കണമെങ്കിൽ 4 മണിക്കൂറൊന്നും പോരല്ല. ദിവസം ഫുള്ള് വേണം ശരിക്കും. കണ്ടന്റ് ആലോചിച്ച് എഡിറ്റ് ചെയ്ത് മോനെ കൂട്ടിട്ട് എടുക്കുന്ന കൊറേ സമയം എടുക്കും. രാത്രികൾ എടുക്കലുണ്ടോ ലൈറ്റിങ്? രാത്രി അതന്നെ ഇതേപോലെ ഈ ലൈറ്റ് ഈ റൗണ്ട് ആ ഒരു ലൈറ്റിലാണ് എല്ലാം എടുക്കൽ അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റില് പുറത്ത് ഔട്ട്ഡോർ അല്ലാണ്ട് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എടുക്കാൻ ഇപ്പൊ ലൈറ്റ് ഇടും അല്ലേ? ലൈറ്റ് ഇടും. ഇപ്പൊ ക്യാമറ വാങ്ങിയ ശേഷം ഈ ലൈറ്റിന്റെ അല്ലെങ്കിൽ എല്ലാം ഫോണിൽ തന്നെയാണ്. ഫോണിൽ അത്ര ലൈറ്റ് കുറച്ചും കൂടി സെൻസ് ചെയ്യുന്നു. ലൈറ്റ് ഉണ്ട്. നമ്മള് ലൈറ്റ് വെളിച്ചം ഇല്ലെങ്കിലും ഫോണിന്റെ ക്യാമറ ഓൺ ആക്കിയാൽ കുറച്ച് വെളിച്ചം കിട്ടും. 4K ആക്കാൻ അങ്ങനെ എന്തെങ്കിലും സംഭവം ശ്രദ്ധിക്കലുണ്ടോ? 4K അല്ലെ HD അങ്ങനെ ഒന്നും നോക്കില്ല. പിന്നെ നമ്മള് എടുക്കുന്നതിന്റെ ഇത് മാറിപ്പോവും പെട്ടെന്ന് എന്തെങ്കിലും ചേഞ്ച് വന്നാല്. എത്രയായി ടോട്ടൽ വ്യൂസ്? ടോട്ടല് മൊത്തത്തിൽ നോക്കില്ല. സബ്സ്ക്രൈബർ ഇപ്പൊ ഒരു 3 million അടുക്കാതെ യൂട്യൂബിലാണ്. 3 million സബ്സ്ക്രൈബേഴ്സ് അല്ലേ?
അപ്പൊ എന്തിട്ടാലും സബ്സ്ക്രൈബേഴ്സിനെല്ലാം എല്ലാവർക്കും പോകുന്നുണ്ടാവുമോ? ഓർക്ക് പോകും, പക്ഷെങ്കില് ഇതേപോലെ ഓർ കൂടുതൽ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ നമ്മൾ അങ്ങോട്ട് പോകില്ല, അങ്ങനെ കാണാണ്ടിരിക്കും കുറെ. അന്നേരം കുറെ ഇങ്ങോട്ട് വന്ന ആൾക്കാർക്കായിരിക്കും ആദ്യം പോകുന്നുണ്ടാവും അല്ലെ. ആദ്യം സബ്സ്ക്രൈബ് ചെയ്താക്കാൻ പോകുന്നുണ്ടോ എന്ന് ഉറപ്പില്ല അല്ലെ. പോകുന്നുണ്ടാവും, സബ്സ്ക്രൈബ് കാണും. ശരി, കാണാൻ സമയം എടുക്കുന്നുണ്ടോ അല്ലെ. ചില വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിക്ക് ആയിട്ടങ്ങ് പോകും. കോമഡി തന്നെയാണ് ക്ലിക്ക് ആകാൻ അധികം കോമഡി തന്നെയാണ്. അപ്പം പിന്നെ ഈ പുതിയ ആൾക്കാരോട്, പുതിയ യൂട്യൂബേഴ്സിനോട് എന്താ പറയാനുള്ളത്? സക്സസ് ആവും. ഒന്ന് ഡൗൺ ആയാലും വീഡിയോ ഇട്ടോണ്ടിരിക്കുക എന്തായാലും എല്ലാ ദിവസവും, കഴിയുന്ന എല്ലാ ദിവസവും. എല്ലാവർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല, നമ്മളെന്തായാലും ദിവസം ട്രൈ ചെയ്തോണ്ടിരിക്കുക. നമ്മളൊരു മീൻ പിടിക്കുന്ന പോലെയാന്ന് വിചാരിച്ചാൽ മതി, എല്ലാ ചൂണ്ടക്കും കിട്ടണമെന്നില്ല. അതുപോലെ ഒരു നല്ലൊരു വീഡിയോസ് തന്നെ ഇപ്പം കേറാത്ത വീഡിയോസും ഉണ്ട്, കാണുന്നുണ്ട്. പക്ഷെ പിന്നെ ടോട്ടല് വ്യൂസ് ഇങ്ങനെ കൂടി പോവാന്നുള്ള അവസ്ഥക്ക് ഡെയിലി ഇട്ടുണ്ട്. പിന്നെ ആൾക്കാരെ ടേസ്റ്റ് നമുക്ക് അങ്ങനെ മൊത്തമായിട്ട് നമ്മളെ കമന്റ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ മറുപടി പറയാൻ പറ്റുന്ന ചെയ്യലുണ്ട്. ഫേസ്ബുക്കിൽ നമ്മൾ അങ്ങനെ ചെയ്യലുണ്ട്. എല്ലാത്തിനും നോക്കി വായിക്കാൻ പറ്റില്ലല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് മൂന്നിലും ഒരേ സാധനം അപ്ലോഡ് ആവും. 2 ചാനൽ ഉണ്ടല്ലോ, അതന്നെ ഒരു. പക്ഷെ ഒരു സാധനം ഉണ്ടാക്കിയാ പിന്നെ അത് പിന്നെ ഇടാം, യൂട്യൂബിൽ ഇട്ട് കിട്ടിയാ പിന്നെ ബാക്കി വേഗം. ഇന്ത്യയിലെ സൈസ് തന്നെയല്ല. ശരി, 916 പറഞ്ഞ പോർട്രേറ്റ് മോഡല് എല്ലാത്തിലും ഇടും. അതായത് ഒന്നെ ഇട്ടാൽ മതിയല്ലോ അല്ലേ, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ സന്തോഷം. പിന്നെ ഇത്രയും നിങ്ങൾ ഇത് അത് ഷൂട്ട് ചെയ്യേണ്ട സമയമായി. ഇടയിൽ നമ്മുടെ ഹാർട്ട് ബീറ്റ് വൈസ് സഹകരിച്ചതിന് സന്തോഷമുണ്ട്. ഇനി നിങ്ങളെ മൊബൈലിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് സിനിമയിൽ ഇടയായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.